إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവ് അല്ലാഹുവിലേക്ക് ഇടയാളന്മാർ വേണ്ട, അല്ലാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മതി, റബ്ബിനോട് നേരിട്ട് തേടിയാൽ മതി എന്ന് പറഞ്ഞപ്പോ അതിനെ ചില ആളുകൾ വിവാദമാക്കുകയും ആ മതസംഘടന അവരുടെ ഔദ്യോഗിക ലെറ്റർ പേഡിലൂടെ തന്നെ അത് തിരുത്തണമെന്ന് കത്തെഴുതുകയും ചെയ്തു. ഇടയാളന്മാർ വേണ്ട എന്ന വിശ്വാസം ഇസ്ലാമിനെതിരാണ്, ദീനിനെതിരാണ് എന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ അവർ തിരുത്താൻ ആവശ്യപ്പെട്ടത് ആ ഒരു നേതാവ് പറഞ്ഞ പ്രസംഗത്തിലെ പരാമർശത്തെ അല്ല യഥാർത്ഥത്തിൽ, മറിച്ച് ഇസ്ലാമിന്റെ കറകളഞ്ഞ തൗഹീദിനെയും തൗഹീദിന്റെ ആയത്തുകളെയുമാണ് തത്വത്തിൽ തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിലുള്ള ചില പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നടത്തിയിട്ടുണ്ട്. അതിലൊരു വചനമാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹുവിന്റെ ദാസന്മാർക്ക് അല്ലാഹു മതിയായവനല്ലേ, അല്ലാഹു പോരെ ആരാധനകൾ അർപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ, തേടാൻ, നേർച്ചകൾ അർപ്പിക്കാൻ, അങ്ങനെ തുടങ്ങി ആരാധനയുടെ പരിധിയിൽ വരുന്നതെല്ലാം അല്ലാഹുവിന് പോരെ, അല്ലെങ്കിൽ ആ അല്ലാഹു പോരെ നിങ്ങളുടെ സംഘടനകൾ പറയാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ആയത്തുകൾക്ക് എതിരാണ് അവർ സൂചിപ്പിച്ചത്. അല്ലാഹുവിലേക്കടുക്കാൻ ഇടയാളന്മാരുടെ ആവശ്യമില്ല. അത് വിശുദ്ധ ഖുർആനോ അതല്ലെങ്കിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോ നമ്മളെ പഠിപ്പിക്കുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ,
അള്ളാഹുവേ എന്റെ ആഗ്രഹം സഫലീകരിച്ചു തരണേ എന്ന തരത്തിലുള്ള തേട്ടങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ആദ്യത്തെ നബിയായ ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരാകുന്ന തരത്തിലുള്ള വീഴ്ചകൾ സംഭവിപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആദം നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൗബ ചെയ്തു മടങ്ങുക. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തു പോയി. നീ പുറത്തു തന്നില്ലെങ്കിൽ, നീ കാരുണ്യം ചൊരിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും റബ്ബേ എന്ന് ദുആ ചെയ്യാനാണ് ആദ്യത്തെ നബിയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അതാണ് ശരിക്കും ഇസ്ലാമിന്റെ തനതായ മാർഗം എന്ന് പറയുന്നത്. ഒരു ഇടയാളന്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഇടയാളന്മാരായി വെക്കുന്ന ആളുകൾ അവർ മഹാന്മാരായിരിക്കാം, അവർ മഹത്തുക്കളായിരിക്കാം, അവർ സ്വഹാബത്തായിരിക്കാം, ഒരുപക്ഷെ അവർ പ്രവാചകനായിരിക്കാം. അവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അങ്ങനെയൊരു ഇടയാള തേട്ടം നമുക്കെവിടെയും പഠിപ്പിച്ചു തന്നത്, ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സത്യത്തിൽ ഈയൊരു വാദത്തിന്റെ കടയ്ക്ക് കത്തിവെക്കുന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഇസ്ലാം എവിടെയും അത്തരത്തിലുള്ളൊരു വാദം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിന്റെ തൗഹീദ്, ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള നേരിട്ടുള്ള തേട്ടത്തിന് ആവശ്യപ്പെടുന്നതാണ്. മാത്രമല്ല, ആ ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏത് ഭയാസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമുക്ക് നിർഭയത്വം നൽകുന്ന ഒരു കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അഖീദത്തുൽ അംന് എന്നാണ് പറയുക, അഥവാ നിർഭയത്വത്തിന്റെ വിശ്വാസം എന്ന് പറയും. ഏത് പ്രതിസന്ധിയിലും ഏത് പരീക്ഷണങ്ങളിലും ആ വിശ്വാസം ഒരു മുഅ്മിനെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും. മാത്രമല്ല, നമ്മുടെ മനസ്സിനൊരു വേള താങ്ങും തണലുമായി അത് മാറും. പതറാതെ തളരാതെ മുന്നോട്ടു പോകാൻ ഊർജം നൽകുന്നത് ആ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ മാധുര്യം അറിയാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം വിട്ടോടുന്ന ഒരു വാഹനം പോലെയായിരിക്കും. നമുക്കറിയാം, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു നബിയുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ അല്ല തേടിയത്, മറിച്ച് ഏകനായ റബ്ബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ ആഴത്തിലറിഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ വെച്ച് പറയുന്ന വാക്ക് ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്കെന്റെ റബ്ബ് മതി, അവനാകുന്നു ഭരമേൽപ്പിക്കാൻ ഏറ്റവും അനുഗ്രഹീതനായവൻ, ഏറ്റവും ഉത്തമൻ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്റെ റബ്ബുണ്ട് കൂടെ, അവൻ എന്നെ കൈവിടുകയില്ല എന്നുള്ള വിശ്വാസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ഉണ്ടായിരുന്നു. ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവുകയാണോ എന്ന്. മിണ്ടാതെ നിന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജർ ആവർത്തിച്ച് ചോദിക്കുന്നു, അല്ലാഹു അമറക്, അല്ലാഹുവാണോ നിങ്ങളോട് ഈ കാര്യം കൽപ്പിച്ചിരിക്കുന്നത് എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ബല, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. ഉടനെ ഹാജർ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നല്ലാഹ ലാ യുളയ്യിഉനാ, എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഈ പിഞ്ചു പൈതലിനെയും എന്നെയും ഇവിടെ താമസിപ്പിച്ച് അങ്ങ് മടങ്ങുന്നത് എങ്കിൽ ആ റബ്ബൊരിക്കലും ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ഹാജർ പറയുന്നുണ്ട് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്തുറ്റ തൗഹീദിന്റെ ബലത്തിലാണ് അവർക്കത് പറയാൻ കഴിഞ്ഞത്. ചെങ്കടലിന്റെ മുമ്പിൽ കുടുങ്ങിയിട്ടും പതറാതെ നിൽക്കാൻ മൂസാ നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞത് ആ വിശ്വാസത്തിന്റെ കരുത്തിലാണ്. പിന്നിൽ ഫിർഔന്റെ സൈന്യം വന്ന് ഇരമ്പുന്നു, മുന്നിൽ കടൽ തിരമാലകൾ ഇരമ്പിയാർക്കുന്നു. ആ സമയത്ത് ശത്രു സംഘത്തെ കണ്ടുമുട്ടുമ്പോ ആളുകൾ പറയുന്നുണ്ട്,
ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ ഖാല കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. അവര് പറയാണ്, നമ്മൾ പിടികൂടപ്പെട്ടല്ലോ, ഇനി നാം രക്ഷപ്പെടില്ലല്ലോ. മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന വാക്കിതാ, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബീ, തീർച്ചയായും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തരും, മാർഗം കാണിച്ചു തരും. കാരണം എന്താ? അള്ളാഹ് എന്നെ കൈവിടില്ല എന്നുള്ളത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, ഫഔഹൈനാ ഇലാ മൂസാ അനിദ്രിബ് ബിഅസ്വാക്കൽ ബഹർ ഫൻഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയാണ്, വടി കൊണ്ടടിച്ചോ. വടി കൊണ്ടടിക്കുമ്പോൾ ആ വെള്ളം മാറി നിൽക്കുന്നു, അതിലൂടെ വഴി രൂപപ്പെടുന്നു. മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ അനുയായികൾ ഇസ്രായേല്യരും രക്ഷപ്പെടുന്നു. ഫിർഔനെയും സംഘത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുന്നു. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നോക്കൂ സഹോദരങ്ങളെ, അവിടെ മൂസാ നബി അലൈഹിസ്സലാമിനോട് മുൻകൂറായിട്ട് അള്ളാഹ് എവിടെയും പറഞ്ഞിട്ടില്ല, മൂസാ ചെങ്കടലിന്റെ തീരത്തേക്ക് എത്തിക്കോ, നീ അവിടെ എത്തുമ്പോ കയ്യിലുള്ള വടി കൊണ്ടടിച്ചോ, വെള്ളം മാറും, നിനക്കതിലൂടെ രക്ഷപ്പെടാം എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് നേരത്തെ കൂട്ടി അള്ളാഹ് പറഞ്ഞിട്ടില്ല. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം അള്ളാഹ് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ആ റബ്ബ് കാക്കും, ആ റബ്ബ് സംരക്ഷിക്കും, ആ റബ്ബ് രക്ഷിക്കും എന്നുള്ള ബോധം മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. അതാണ് പ്രിയമുള്ളവരെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരുത്തെന്ന് പറയുന്നത്. ഇവിടെ എവിടെയും ഒരു ഇടയാള തേട്ടം നമുക്ക് കാണാൻ സാധ്യമല്ല. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ടിട്ട് പോലും യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് ഈ കരുത്തുറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു. ആ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, വനാഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അദ്ദേഹം വിളിക്കുകയാണ്, ഫനാദാ ഫിൽ ളുലുമാതി, ആ ഇരുട്ടറകളിൽ നിന്ന് അദ്ദേഹം തേടുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഞാൻ ഉൽമു ചെയ്തവരിൽപ്പെട്ടവനാണ്, എന്നിൽ ഉൽമു സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. അവിടെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ യൂനുസ് നബി അലൈഹിസ്സലാമിനെ പ്രേരിപ്പിച്ചത് കരുത്തുറ്റ തൗഹീദിന്റെ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിപത്തിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തുകയാണ്. എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, ഏത് പ്രതിസന്ധിയിലും തന്നെ രക്ഷപ്പെടുത്തുന്നവൻ, അങ്ങനെയുള്ള ഒരുവനെയാണ് യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചു തേടിയത്. അങ്ങനെയുള്ള ഒരുവനെയാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചു തേടിയത്. അങ്ങനെയുള്ള ഒരുവനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു തേടിയത്. പ്രിയമുള്ളവരെ, ആ തൗഹീദിൽ മരണം വരെ നമുക്ക് അടിയുറച്ചു നിൽക്കാൻ കഴിഞ്ഞാലേ അന്ത്യവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് തൗഹീദ് ഉച്ചസ്ഥരം പറഞ്ഞ് അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാൻ സാധ്യമാകൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് തൗഹീദിന് എതിരാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ തൗഹീദിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. പ്രവാചകന്മാരുടെ ആ സന്ദേശത്തെ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അഖിലവും നമുക്ക് നിർഭയത്വം നൽകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സംബന്ധിച്ചാണ് നാം സൂചിപ്പിച്ചത്. അതിന്റെ ആശയത്തെ ആഴത്തിൽ അറിയാൻ നമുക്ക് കഴിയണം.
അതറിയാത്തവൻ ജീവിതത്തിൽ പതറും, അതറിയാത്തവൻ ജീവിതത്തിൽ പരാജയപ്പെടും. അതിനെ കൃത്യമായി മനസ്സിലാക്കാത്തവൻ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോ പകച്ചു നിൽക്കും. പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ആശയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അവന്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെയായിരിക്കും. എവിടെയും അവന് പിടുത്തം കിട്ടുകയില്ല, അവനൊരു യഖീൻ ഉണ്ടാവുകയില്ല. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അതാണ്, വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാഅ ഫതഖ്തഫുഹു അത്ത്-തയ്ർ ഔ തഹ്വീ ബിഹി الرീഹു ഫീ മകാനിൻ സഹീഖ്. വമൻ യുശ്രിക് ബില്ലാഹ് ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫകഅന്നമാ ഖറ മിനസ് സമാഅ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണവൻ. ഫതഖ്തഫുഹു അത്ത്-തയ്ർ ഔ തഹ്വീ ബിഹി الرീഹു ഫീ മകാനിൻ സഹീഖ് പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കാറ്റവനെ വിദൂരമായ സ്ഥലങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ഇതുപോലെയാണ് ലാ ഇലാഹ ഇല്ലാത്തവൻ, തൗഹീദില്ലാത്തവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട് എന്ന്. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലയ്ക്കെതിരാണ് ബദരീങ്ങളെ കാക്കണേ എന്ന വിളി, ഉഹുദീങ്ങളെ രക്ഷിക്കണേ എന്ന വിളി, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നുള്ള വിളി. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന കുറേയേറെ ഉപദേശങ്ങളുണ്ട്, വസിയ്യത്തുകളുണ്ട്. ആ വസിയ്യത്തിൽ ഒന്നാമതായി മകന് കൊടുക്കുന്ന ഉപദേശമാണ്, മോനെ, നിന്റെ ജീവിതത്തിൽ എവിടെയും ശിർക്ക് സംഭവിക്കരുത്. നിന്റെ തേട്ടങ്ങളെല്ലാം നിന്റെ റബ്ബിനോടായിരിക്കണം, എല്ലാം റബ്ബിനോടായിരിക്കണം. നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ അത് റബ്ബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം. യാ ബുനയ്യ, മകനെ, ലാ തുശ്രിക് ബില്ലാഹ് നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. കാരണം ഇന്നശ്ശിർക ലദുൽമുൻ അളീം, ഷിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രമമാണ്. അതുകൊണ്ട് നേർച്ചകൾ, വഴിപാടുകൾ, സത്യം ചെയ്യലുകൾ, സുജൂദുകൾ, ബലിയർപ്പിക്കുന്നത് എല്ലാം ഏകനായ റബ്ബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം. ഈ ഒരു സത്യം ആളുകളോട് പറഞ്ഞു കൊടുക്കാനാണ് സർവമാന പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ പറയുന്ന ഏറ്റവും പരമമായ സത്യം ഇതാണ്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബി അങ്ങ് പറയണം, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഈ തൗഹീദിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇടയാള തേട്ടം എന്ന് പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഓരോ വഖത്തിലും നമ്മൾ ആവർത്തിക്കുന്ന പ്രതിജ്ഞ എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, എന്റെ ആരാധനകളെല്ലാം നിനക്ക് വേണ്ടിയാണ്, നിന്റെ മാർഗത്തിലാണ്, നിന്നോടാണ്. വ ഇയ്യാക നസ്തഈൻ, എല്ലാ തേട്ടങ്ങളും നിന്നോട് മാത്രമാണ്. ആരാധനയുടെ പരിധിയിൽ വരുന്ന എല്ലാ തേട്ടങ്ങളും പ്രാർത്ഥനകളും നിന്നോട് മാത്രമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ തൗഹീദിനൊപ്പം മരണം വരെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തൗഹീദിന്റെ പടവാഹകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കാവൽ തേടുന്ന വിഷയത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവേ, ഷിർക്കിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ കാത്തുകൊള്ളണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും
അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, തൗഹീദിന്റെ മഹത്വം എത്ര വലുതാണ്, ഷിർക്കിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് നിൽക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നാം ഏറ്റവും സ്നേഹിക്കുന്നവർ, സത്യവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സഹോദരന്റെ കുടുംബത്തിലെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നറിയിച്ചിരുന്ന സഹോദരിക്ക് അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കട്ടെ. അവർക്കും നമുക്കുമെല്ലാം സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك